ഇത് വർക്കൗട്ട് ചെയ്തിരിക്കുന്ന ലൈറ്റ്നിങ് സ്പീഡിലാണ്, മിന്നൽ വേഗത്തിലാണ്. എന്നുവെച്ചാൽ ഇവർക്ക് കുറേ നാളായിട്ട് ഇവർ പഠിച്ച് നേഴ്സിംഗ് കോഴ്സൊക്കെ പാസ്സായിട്ട് ഇവർ ഇംഗ്ലണ്ടിൽ പോകാൻ വേണ്ടി ഒരു അപേക്ഷയൊക്കെ കൊടുത്ത് അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഇൻ്റർവ്യൂവിന് വിളിക്കണില്ല. കുറേ മാസമായിട്ട് ഇൻ്റർവ്യൂവിന് വിളിക്കണില്ല അവരാ. അവസാനം അവർ ആ പ്രോജക്റ്റ് ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ചവർ, പ്രോജക്റ്റ് ഉപേക്ഷിക്കാം. അപ്പോഴാണ് ഇവർക്ക് ഉടമ്പടിയുടെ ലിങ്ക് കിട്ടുന്നത്. അവർ വിചാരിച്ച് ഉടമ്പടി എടുത്താൽ ചിലപ്പോഴും മാതാവ് ഈ വിഷയത്തിന് മേൽ തീരുമാനമെടുക്കും. അപ്പോൾ അവർ വളരെ ആർത്തിയോടും സന്തോഷത്തോടും വന്ന് ഉടമ്പടി എടുക്കുകയാണ്. ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പുറത്തിറങ്ങിയതേ ഉള്ളൂ. അപ്പം തന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് ഇൻ്റർവ്യൂവിനെ വിളിച്ച് വരാം. പെട്ടെന്നല്ല, ലൈറ്റ്നിങ് സ്പീഡാണ്. അതായത് നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാമല്ലോ നിങ്ങൾ ഉഴപ്പുക മര്യാദയ്ക്ക് ചെയ്യുക എന്ന്. അതാണ് പ്രശ്നം. ദൈവം മനുഷ്യന്മാരെ പോലെ അല്ലല്ലോ. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം ഇത് ഉഴപ്പുമോ മര്യാദയ്ക്ക് ചെയ്യുമോ എന്നർത്ഥം. ചെയ്യണമെങ്കിൽ ദൈവസ്നേഹത്തോടെ ചെയ്യുക, അതാ ദൈവസ്നേഹത്തോടെ ചെയ്യത്തില്ലേ, അതെല്ലാം കർത്താവിനറിയാം. നിങ്ങൾ ഉടമ്പടി എടുക്കാൻ പോകുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കാനിങ് റിപ്പോർട്ട്, നിങ്ങളുടെ ആത്മാവിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് കർത്താവിൻ്റെ മേശപ്പുറത്താവും. അപ്പോൾ ഒരു ഫ്രോഡ് പരിപാടിയും നടക്കത്തില്ല. പക്ഷെ നിങ്ങൾ സത്യസന്ധമായിട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടും കിട്ടും. അതുകൊണ്ട് എന്താണ്, ഇവിടെ ഉടമ്പടി കറക്റ്റായിട്ട് ചെയ്യുമെന്ന് കർത്താവ് മനസ്സിലായത് കാരണം ഇവിടെ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഇമെയിൽ മെസ്സേജ് വന്നു, യു ആർ കോൾഡ് ഫോർ എ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു. ഇവൾക്ക് പകച്ചുപോയി എന്ന് വെച്ചാൽ ഇൻ്റർവ്യൂവിന് ഇവർ പ്രിപ്പയർ ആയിട്ടില്ല. ഇത് കിട്ടത്തില്ലേ, ജോലി പോയെന്നും പറഞ്ഞിരിക്കുകയല്ലേ. നമ്മുടെ നേഴ്സിംഗ് പ്രൊഫഷൻ തന്നെ വെള്ളത്തിലായെന്നും പറഞ്ഞങ്ങനെ എല്ലാ പ്രത്യാശയും കളഞ്ഞു കുളിച്ച് ഇരിക്കുക. അപ്പോൾ ഇത് പെട്ടെന്നിങ്ങനെ വർക്കൗട്ട് ചെയ്തപ്പോൾ ഇവൾ ആപ്പടെ വല്ലാത്ത അവസ്ഥയായി. പക്ഷേ എന്നാലും ഇവൾ പറഞ്ഞ് ഉടമ്പടിയുടെ ഉറപ്പെന്നും പറഞ്ഞൊരു സംഭവം ഇപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട്. വേറെ ഒന്നുമില്ല എൻ്റെ കയ്യിൽ, വേറെ ഒന്നുമില്ല, ഉടമ്പടി എടുത്ത ഒരു ഉറപ്പ് മാത്രം വന്നു. എത്ര മനുഷ്യരാണ് അങ്ങനെ പറയണത്? വേറെ ഒന്നും കയ്യിലില്ല, കാലണ കാശില്ല, ആരും തരാനുമില്ല. ആപ്പടിലെ ഉറപ്പ് എന്താണ്? ഉടമ്പടി എടുത്തതിൻ്റെ ഉറപ്പ് മാത്രം. അത് എടുത്തിരിക്കണൊക്കെ ഒരു 1.5 എടുപ്പാണ് എടുത്തിരിക്കണത്. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളെ പലരും എന്നെ വഴിക്കൊക്കെ വെച്ച് കാണുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുമ്പോൾ പ്രാർത്ഥിക്കാതെ പോകണം? എന്താണ് ഞാൻ എൻ്റെ നിങ്ങൾ ദൈവമായിട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ലല്ലോ ആ സമയത്ത് തിരക്കിലേ. അപ്പോൾ ഞാൻ പറയും നിങ്ങൾ ഉടമ്പടി കറക്റ്റ് ചെയ്യാൻ പറയും. കറക്റ്റ് ചെയ്യണമെങ്കിൽ ദൈവസ്നേഹം വേണ്ടേ? ചുമ്മാ എന്തെങ്കിലും കാട്ടിക്കുട്ടിയാൻ പറയും. ദൈവസ്നേഹം വേണം അത് കറക്റ്റ് ചെയ്യാൻ. അപ്പോൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആവശ്യം അവിടെ ഇല്ല, എൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യാത്തവരാണ് പെട്ടെന്ന് അച്ഛനെ കണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ സഹായിക്കാൻ വേണ്ടി ഇടിച്ചു തല്ലി വരണത്. അപ്പോൾ നമുക്കത് ഡൗട്ടാണ്, ഡൗട്ടാണ്. പക്ഷേ എനിക്ക് രോഗികൾ ഇപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു ഡയാലിസിസ് രോഗിയൊക്കെ ഉണ്ട്. 10-20 പേരുണ്ടായിരുന്നു. ആ ഡയാലിസിസ് രോഗിയെ മാത്രം പ്രാർത്ഥിച്ചു. എന്താ കാര്യം? അവർ എമർജൻസിയിലുള്ളതാണ്, എമർജൻസി കേസ്. ആ കേസ് ഇപ്പോൾ എനിക്ക് എമർജൻസി കേസ് എടുക്കുമ്പോൾ എടുക്കും, വേറെ ഒന്നും ചോദിക്കത്തില്ല. അല്ല വേറെ വല്ലതുമാണെങ്കിൽ ഞാൻ പറഞ്ഞു ഉടമ്പടി റെഫ്റ്റ് ചെയ്യാൻ പറയും. കാര്യം വെച്ചാൽ നമ്മുടെ മുമ്പിൽ സത്യസന്ധമായ ഇത്രയും വലിയൊരു ദൈവികമായ പദ്ധതി കിടക്കുമ്പോഴേ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു വ്യക്തി കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ദൈവസ്നേഹമില്ലാത്തവരും വിശ്വാസമില്ലാത്തവരും കർത്താവിന് കാൽക്കാശ് ഗുണമില്ലാത്തവരാണ്, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാത്തവരാണ്. ദൈവത്തിന് വേണ്ടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാത്തവരാ. വൈ ഷുഡ് ഐ വേസ്റ്റ് മൈ ടൈം? ദൈവം എന്നെപ്പോൾ ഒരാളെ അഭിഷേകിച്ച് ഇവിടെ നിർത്തിയതിന് ദൈവത്തിന് എന്തുമാത്രം മുടക്കമുള്ളത്. അപ്പോൾ കൈനനയാതെ ഒരു മനുഷ്യൻ ദൈവത്തെ അനുഭവിച്ചിട്ട് അവന് തോന്നിയ പോലെ ജീവിക്കാൻ ഞാൻ തന്നെ വിളക്ക് കാണിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ കാണത്തില്ല. ഞാൻ നിങ്ങൾ റെക്ടിഫൈ ചെയ്യാൻ പറഞ്ഞു, ഉടമ്പടി എടുത്ത് റെക്ടിഫൈ ചെയ്യാൻ പറഞ്ഞു. കാര്യം ഇത് നമ്മൾ പറയുന്ന 6 കാര്യങ്ങളല്ല, ഉടമ്പടിയിൽ 6 കാര്യങ്ങളല്ല, നിങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങളും നിങ്ങൾക്കത് ആവശ്യമാണെങ്കിൽ ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം അത് നിങ്ങൾക്ക് തരും. ഇപ്പോൾ ഇവരുടെ പ്രശ്നം എന്താ? ഇവർ പോയി ഇൻ്റർവ്യൂവിന് ഇപ്പോൾ ലിഡിയ പോയി ഇൻ്റർവ്യൂ ചെയ്തു. പിറ്റേ ദിവസം പേടിച്ചും തല്ലും വിറച്ചും വേർത്തുമൊക്കെയാണ്. ഇവിടെ ഇവർക്കൊന്നും അറിയത്തില്ല, നല്ല ടച്ച് വിട്ട് പോയിരിക്കുകയാണ് പ്രൊഫഷനോട്. അപ്പുറത്താണ് ഇരിക്കണമെങ്കിൽ സായിപ്പാണ് ഇരിക്കണത്. അയാൾ പറയണമെന്ന് ഇവർക്ക് മനസ്സിലാകണില്ല, ഇവൾ പറയണമെന്ന് അയാൾക്ക് മനസ്സിലാകണില്ല. അത് ഇൻ്റർവ്യൂ വിളിച്ചില്ലേ, അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് സീറോ മെരിറ്റാണ്. ഒരു മെരിറ്റും ഇല്ല. ഞാൻ എപ്പോഴും നിങ്ങളുടെ പറയത്തില്ലേ നോട്ട് ബൈ മെരിറ്റ് എന്ന് പറയത്തില്ലേ? അത് ഉടമ്പടി വചനമാണ്, നോട്ട് ബൈ മെരിറ്റ്. നിങ്ങളുടെ മെരിറ്റിലല്ല ഇത് വർക്ക് ചെയ്യണത്, നിങ്ങളുടെ സീറോ മെരിറ്റിലാണ് ഇത് വർക്ക് ചെയ്യണത്. പക്ഷേ ഇവിടെ ഉടമ്പടി ഡിസാസ്ട്രസ് ദുരന്തമായി മാറി.
കാര്യം സംസാരിക്കാൻ പറ്റണില്ല. അയാൾ പറഞ്ഞ ഇങ്ങോട്ട് മനസ്സാണില്ല, ഇവിടെ പറഞ്ഞ അങ്ങോട്ട് മനസ്സാണില്ല. ഉടമ്പടി കുളമായി. ശരിക്കും ഉടമ്പടിയല്ല, ഈ ഇൻ്റർവ്യൂ കുളമായി. പക്ഷേ ഇവളെല്ലാം തകർന്ന് തരിപ്പണമായി വിഷമിച്ചിരിക്കുമ്പോൾ രാത്രി ഈ സായിപ്പ് വിളിക്കും, യു ആർ സെലക്ടഡ് എന്ന് പറയും. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഉടമ്പടിയിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവസ്നേഹത്തിന് നന്ദി പറയുന്നു. പ്രഭാഷകം 36:8 ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പറയണ പോലെ ചെയ്തിരുന്നെങ്കിൽ, അപ്പം അവൻ പറയണ പോലെ ചെയ്യുക, അതുപോലെ തന്നെ കവനൻ്റെ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് എന്ത് പറ്റുക? അതിവേഗം. നോക്കിയാൽ അതെ, ആ വാക്ക് ശരിയല്ലേ? അപ്പോൾ പ്രഭാഷകൻ്റെ അല്ല സങ്കീർത്തനം 83:13 ഒന്ന് വായിച്ചേ. 81:13 ഒന്ന് വായിച്ചേ. 81:14 അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. അവരുടെ ശത്രുക്കൾക്കെതിരെ എൻ്റെ കരം ഉയർത്തുമായിരുന്നു. അവരുടെ ശത്രുക്കൾക്കെതിരെ എൻ്റെ കരം ഉയർത്തുമായിരുന്നു. അതായത് വാക്ക് കേൾക്കുക, അതനുസരിച്ച് ജീവിക്കുക. ഉടമ്പടി ഒരു ജീവിത രീതിയാണ്. ഇപ്പം ഇന്നലെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഉടമ്പടി സിൽവർ ഗ്രേ ഇറങ്ങിയിട്ടുണ്ട്. സിൽവർ ഗ്രേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ മാതാവിൻ്റെ തിളങ്ങുന്ന കളറുള്ള പേപ്പറാണ് ഉടമ്പടി. അതെന്താ? 4-ാം കൊല്ലമാണ് ഉടമ്പടി. ഉടമ്പടി ആൾക്കാർ 4-ാം കൊല്ലം ജീവിക്കുക. അവരുടെ അച്ഛനെ കാണാമെന്ന് ചോദിച്ചു, നിങ്ങൾ ചോദിച്ചു നോക്കിയേ, വേണ്ടെന്ന് പറയുമവർ. ഞങ്ങൾക്ക് ഉടമ്പടി ജീവിക്കുമ്പോൾ ദൈവം വേണ്ട കാര്യം ചെയ്യുന്നുണ്ട്, എമർജൻസി ഒന്നും ഇല്ലെന്ന്. അതാണ്. അപ്പോൾ ഉടമ്പടിയുടെ പച്ചപ്പേപ്പർ എടുത്തുകൊണ്ട് ഇതിന് ചുറ്റും വലം വെക്കുന്ന ആൾക്കാരുണ്ട്. ഈ പച്ച കാണണമെന്ന് പറഞ്ഞ് ഒരു പരിപാടി ചെയ്തിട്ടില്ല. പത്രം അങ്ങോട്ട് വെച്ച പത്രം പോലും മറന്നു പോയിരിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്. അതായത് ഉടമ്പടി ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു തീരുമാനവും ഒരു ഇച്ഛാശക്തിയുമാണ്. അതല്ല ദൈവം പറയും, ഇസ്രായേൽ എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ, അതനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ അതിവേഗം അവരുടെ ശത്രുക്കളെ കീഴ്പ്പെടുത്തുമായിരുന്നു. എന്ത് ശത്രു ആയാലും നമുക്കെതിരെ ഉണ്ടാകുന്ന എല്ലാ ഓപ്പോസിറ്റായിട്ട് എതിരെ വരുന്ന എല്ലാ ശക്തികളെയും ദൈവം അതിവേഗമെന്നാണ്, അതിവേഗം. അപ്പോൾ ടൈം ഷോർട്ടണിങ് എന്ന് പറയണത് ഉടമ്പടിയുടെ ഒരു ഇഫക്റ്റാണത്. അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റനിങ് എന്ന സംഭവമുണ്ട്. ലൈറ്റ് വെയ്റ്റനിങ് ഇപ്പോൾ ഇവരുടെ ഈ സാക്ഷ്യം തന്നെ എടുത്താൽ മതി, അതിൻ്റെ അകത്ത് ലൈറ്റ് വെയ്റ്റനിങ് ഇല്ലേ? ഇപ്പം അമ്മിണി സ്ത്രീൻ്റെ സാക്ഷ്യം എടുക്കാം. എന്താ കാര്യം? അതായത് ഇപ്പം 14 ജില്ലകളിൽ പത്രം കൊണ്ടുപോയ ചേച്ചിയുടെ സാക്ഷ്യമില്ല, പാലക്കാട് കാര്യത്തിൽ. നമുക്ക് ഒരു 14 വീട്ടിൽ കൊണ്ടേ പത്രം കൊടുക്കാൻ പറ്റണില്ല ചില ആൾക്കാർക്ക്, ഭാരമാണ് അവർക്ക്. ഇപ്പം ഈ 14 ജില്ലകളിൽ 14 കെട്ട് പത്രം വെച്ച് 2-3 പാര് ഉടുപ്പ് എടുത്തുകൊണ്ട് ഓരോ ബസ്സൊക്കെ കയറി നടക്കണത്. അവർ സിമ്പിളായിട്ട് ചെയ്യണത്, അവർക്ക് അഭിഷേകത്തിലാണത് ചെയ്യണത്. അഭിഷേകത്തിൽ ചെയ്യണം. അപ്പോൾ അവരുടെ ഭാരം കുറഞ്ഞ് പാരലഘുത്വം വരണത് ദൈവസ്നേഹം നിറയുമ്പോൾ അഭിഷേകത്തിലാണത് ചെയ്യണത്. 14 വീട്ടിൽ നമുക്ക് പത്രം കൊടുക്കാൻ പറ്റാത്തവരുമ്പോൾ നമ്മൾ വാദപ്പനിക്കാരെ പോലെ അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത്, അയ്യോ ആ വീട് കുറേ അകലെയാണല്ലോ, എങ്ങനെ പോകും, നാളെ പോയാൽ മതിയാന്നൊക്കെ പറഞ്ഞിട്ട് വാദപ്പനിക്കാർ ഉടമ്പെടുത്തിട്ടുണ്ടല്ലോ. അതേ സംഭവം. പക്ഷേ ഇത് 14 ജില്ലകളിൽ പോകണേ. 14 ജില്ലകളിൽ പുഷ്പം പോലെ ബസ്സിൽ കയറി, അടുത്ത ബസ്സിൽ കയറി അവിടെ കൊടുത്ത് ഇടുക്കിയിൽ നിന്ന് മലപ്പുറത്ത് വന്ന് കണ്ണൂരിൽ നിന്ന് തൃശ്ശൂർ വന്ന് എന്തൊരു കെടുപ്പാണ് കൊടുത്ത് കളഞ്ഞത്. അതെന്താണ്? ഭയങ്കര ഹൈ ടെമ്പർ ഹോളി സ്പിരിറ്റിലെ അഭിഷേകമാണ്. എൻ്റെ മുഖം മധുരമാണെന്ന് ഈശോ പറഞ്ഞില്ലേ? ദൈവം ഉടമ്പടിയുടെ ഭാരങ്ങൾ ലഘുവായിട്ട് തോന്നുന്ന സ്ഥലത്ത് ഉടമ്പടി അഭിഷേകമായിട്ട് മാറും. 11:30 മത്തായിയുടെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായി 11:30 എന്തെന്നാൽ എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഈ ചുമട്, ഉടമ്പടിയുടെ ചുമടൊരു ഭാരമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ദൈവസ്നേഹം ഇല്ലെന്ന് അതിൻ്റെ അർത്ഥം. അത് ലഘുവായിട്ട് തോന്നുന്നത് ദൈവസ്നേഹം അഭിഷേകമായി ലഭിച്ചു കഴിയുമ്പോൾ അവർ ഈസിയായിട്ട് ചെയ്യാം. അപ്പോൾ തന്നെ ഈസിയായിട്ട് ആർക്കും ഉടമ്പടിയുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ടതാണ്, പരിശുദ്ധാത്മ നിങ്ങൾ നിറഞ്ഞിട്ട് ദൈവസ്നേഹത്തിൻ്റെ അഭിഷേകം കിട്ടിയിരിക്കുകയാണ്. ഉടമ്പടി ഉത്തരവാദിത്തം അറിയാൻ അഭിഷേകം. അപ്പം നിങ്ങൾക്ക് ഇല്ലാത്തവർ ആ രോഗം മനസ്സിലാക്കിയിട്ട് വേണം മരുന്ന് കഴിക്കാൻ. നിങ്ങളുടെ പ്രശ്നം എന്താണ്? ദൈവസ്നേഹമില്ലാത്തതാണ് പ്രശ്നം, അഭിഷേകം കിട്ടാത്തതാണ് പ്രശ്നം. അപ്പോൾ ഉടമ്പടി എടുക്കുന്നവർ
ആ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഭിഷേകം മറ്റത് ചെയ്യാനുള്ള അഭിഷേകം മേടിക്കുകയാണ് ഈ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അഭിഷേകത്തോടെ പാരലഘുത്വം പ്രാപിച്ചുകൊണ്ട് ഉടമ്പടി ഉത്തരവാദിത്വം നിറവേറ്റുവാൻ പരിശുദ്ധാത്മാവിനാൽ പ്രത്യേകം അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ, ഉടമ്പടി നിബന്ധനകൾ പാലിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. യോശുവ 24:13. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യോശുവ 24:13. നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു. ഇത് ഒരു വാഗ്ദാനമാണ്. എന്താണ്? യോശുവ 24:13 വാഗ്ദാനമാണ്. സകല വാഗ്ദാനങ്ങൾ ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴെന്താ, നിങ്ങൾ ഇപ്പോൾ ഈ ലിഡിയയുടെ സാക്ഷ്യം എടുത്തേ. ലിഡിയയുടെ സാക്ഷ്യത്തിൽ എന്താ സംഭവിക്കുന്നത്? അധ്വാനിക്കാത്ത, അവൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല, ചെയ്തതെല്ലാം മുഴുവൻ ദുരന്തമായി പോയി ഇല്ലേ? പക്ഷേ ജോലി അവൾക്ക് കിട്ടി. അതിൻ്റെ വകുപ്പാ അത് യോശുവ 24:13 അനുസരിച്ചാണ്. എന്താ കാര്യം? നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും പിന്നെന്താണ് അറിയിരിക്കണത്? പണിയാത്ത പട്ടണങ്ങളും. മനസ്സിലായി? ഇവള് ഒന്നും ചെയ്തിട്ടില്ല, അവൾക്ക് ഗ്യാപ്പ് അടിച്ചിരിക്കുക. അതായത് ആ ടച്ച് വിട്ടുപോയി പ്രൊഫഷനുമായിട്ട്. പെട്ടെന്ന് നേരത്തെ സമയത്ത് വന്ന ഇൻ്റർവ്യൂ ആണ്, വന്ന സായിപ്പാണ്, പറയണ മനസ്സാകണില്ല, കേൾക്കണ മനസ്സാകണില്ല, ഒന്നും മനസ്സാകണില്ല. 0 മെറിറ്റ്. നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും പണിയാത്ത പട്ടണങ്ങളും. രാത്രി വിളിച്ച് പറയും നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കണമെന്ന്. അതാണ് അഭിഷേകം എന്ന് പറഞ്ഞത്. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പൊ ചില സമയത്തുണ്ടല്ലോ, ചില സമയത്ത് അച്ഛൻ എൻ്റെ മക്കളോട് പറയണം, ഉടമ്പടിയിൽ ഇരിക്കുന്നവരോട് ഞാൻ പറയണതാണ്, ചില സമയത്ത് നമ്മൾക്ക് കർത്താവിൻ്റെ ശുശ്രൂഷകൾ ചില ആൾക്കാർ നിർത്തിക്കളയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, വീട്ടിലെ അമ്മായിയപ്പന് രോഗം, അത് അമ്മായിയപ്പനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഉടനെ നാത്ത് എൻ്റെ കൊച്ചിനെ സൈക്കിളിൽ നിന്ന് വീണ് ഇല്ലേ, അതെല്ലാം കഴിഞ്ഞ് അത് ഭർത്താവ് കുടിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ കണ്ണക്കുറ്റിക്കിട്ട് കാച്ചി ആകെപ്പാടെ കുളമായി, മൊത്തം കുളമായി. ഭയങ്കര പരീക്ഷണം, എല്ലാവർക്കും ഉണ്ട് പരീക്ഷണം. ഉടമ്പടി എടുക്കുമ്പോഴും ഉണ്ട്, ഇല്ലെങ്കിലും ഉടമ്പടി എടുക്കാതിരുന്നാലും ഉണ്ട്. ജീവിതത്തിൻ്റെതായിട്ടുള്ള പരീക്ഷണങ്ങളുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, എനിക്ക് ശ്വാസം മുട്ടൽ രോഗമുണ്ട് ഇല്ലേ, എനിക്ക് ഫാൻ കുറച്ച് നേരം കടിക്കുമ്പോൾ ശരീരം ഇങ്ങനെ വിറക്കാൻ തുടങ്ങും. ഏത് സമയത്തായാലും. കിഡ്നിയുടെ അസുഖമുണ്ട്. പല ഭക്ഷണങ്ങളും കഴിക്കാൻ പാടില്ല. പക്ഷേ എന്താ പ്രശ്നം? ഇത് ശുശ്രൂഷകളെ ഇതൊന്നും ബാധിക്കത്തില്ല. ഞാൻ കർത്താവെന്നും പറഞ്ഞ് 4 വയസ്സ് മുതൽ നടക്കുന്ന ആളാണ്. 4 വയസ്സ് മുതൽ നടക്കുന്ന ആളാണ്. അല്ലാതെ അച്ഛനായത് കൊണ്ട് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിരിക്കണമല്ല. 4 വയസ്സ് മുതൽ എല്ലാ വീട്ടിലൊക്കെ പോയി. ഇപ്പോൾ ഈ മാസം വണക്കമാണ്. ഈ മാസം വണക്കത്തിൽ ഞാൻ 8ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ അവിടെ അയൽവാസികളുടെ വീട്ടിലൊക്കെ മാതാവിൻ്റെ വണക്കമില്ലാത്ത വീട്ടിലൊക്കെ പോയി വണക്കം ചൊല്ലിക്കൊടുക്കും. അപ്പോൾ ഞാനാണ് അവിടെ പഠിച്ചിട്ടിങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാൾ. അതുകൊണ്ട് 8ാം ക്ലാസ് വെച്ച് എല്ലാ വീട്ടിലും പോയി 2-3 വീട്ടിൽ സ്ഥിരം പോയി വണക്കം നടത്തി കൊടുക്കും 1 മാസം മുഴുവനും. അപ്പം അന്ന് പോലെ കർത്താവിൻ്റെ ജോലിയുള്ള ആളാണ്. അപ്പോൾ എന്താ ഞാൻ പറയണത്, ഇങ്ങനെ അന്ന് പോലെ ചെയ്തെങ്കിലും എൻ്റെ ജീവിത അവസ്ഥകളിൽ നിന്ന് കർത്താവ് ഭൗതികമായ ഒരു ആനുകൂല്യമോ സ്വസ്ഥതയോ സമാധാനമോ പ്രത്യേകമായി എനിക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിനൊക്കെ ഡിസ്റ്റർബ്ഡ് അല്ല. എന്താ കാര്യം? എനിക്ക് കർത്താവിനെ അറിയാം, ശുശ്രൂഷ എന്താണെന്നറിയാം. അപ്പോസ്തലന്മാർക്ക് കൊടുക്കാത്തത് എങ്ങനെയാണ് ഞാൻ ചോദിക്കണത്? ഇങ്ങനെയുള്ള ക്ലേശകരമായ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശുശ്രൂഷ വിട്ട് കഴിഞ്ഞിട്ട് പാമ്പിനെ പോലെ എവിടെയെങ്കിലും ചുറ്റും അയ്യോ ഞാൻ ഈ ഉടമ്പടി മുഴുവൻ എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ച ഉടമ്പടി എടുക്കാത്തവരെല്ലാം കാനഡയിൽ പോയതെന്ന് പറഞ്ഞ് ചുമ്മാ എന്നാ ഒരു ചെമ്പരത്ത് കൂടി മേടിച്ച് തല വെച്ചുകൊണ്ട് നടക്കുക. എൻ്റെ മക്കളെ എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടത്? ഓക്കെ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ആക്ട്സ് നടപടി പുസ്തകം 20:19. നടപടി 20:19. ശ്രദ്ധിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20:19. അപ്പോസ്തല പ്രവർത്തനം 20:19. പൂർണ്ണ
വിനയത്തോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ ഗൂഢാലോചനയാൽ എനിക്കുണ്ടായ പരീക്ഷണങ്ങളോടും കൂടി ഞാൻ കർത്താവിന് ശുശ്രൂഷ ചെയ്തു. ആ വചനം ഒരിക്കലും മറന്നു പോകരുത്. അതിങ്ങനെ വലിയ അക്ഷരത്തിൽ വല്ല അടുക്കളയിൽ ഒട്ടിച്ചു വെക്കണം. അത് എന്താ കാര്യം എന്നറിയാം? കർത്താവിനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ കടലിലെ തിരകളെല്ലാം ഒഴിഞ്ഞ്, ഇപ്പം നമ്മൾ എണ്ണയും തേച്ച് തീരത്ത് പോയി നിൽക്കുകയാണ്. രാവിലെ നിൽപ്പുണ്ട് അവിടെ ഒരുത്തൻ, എണ്ണയും തേച്ചുണ്ട്. അവനോട് അപ്പോൾ ഒരുത്തൻ അവിടെ കൊണ്ട് നടന്നു പോയാണ്. അപ്പോൾ എന്താണ് നിൽക്കണം? ഞാൻ കുളിക്കാൻ നിൽക്കുകയാണ്. ശരി. ഉച്ചക്ക് വരുമ്പോൾ ആൾ അങ്ങോട്ട് പോയി ആൾ തിരിച്ചു വരുമ്പോഴും കടലിലോട്ട് നോക്കി ഇവരിങ്ങനെ എണ്ണയും തേച്ച് നിൽക്കുകയാണ്. എന്താണ്ടാ നിൽക്കണത്? കുളിക്കാൻ നിൽക്കണം. എന്നിട്ട് കുളിക്കാൻ രാവിലെ നിൽക്കണമല്ലോ, നീ എന്താ കുളിക്കാത്ത? അല്ല, തിര ഒന്ന് ഒഴിഞ്ഞിട്ട് കുളിക്കാൻ നിൽക്കുകയാണെന്ന്. കടലിൽ പല പാട്ടിൽ കടലിലെ തിര ഒഴിഞ്ഞിട്ട് കുളിക്കാൻ പറ്റുക? ജീവിതത്തിലെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് പ്രേക്ഷിത പ്രവർത്തനം നടക്കുക? നെവർ, ഒരിക്കലും നടക്കത്തില്ല. അതാണ് സെൻറ്റ് പോൾ പറയുന്നത്. യഹൂദന്മാർ എന്നെ തുണി ഉരിഞ്ഞെടുത്ത ആൾക്കാരാണ്. യഹൂദന്മാരെയും മനുഷ്യരെ എന്തെല്ലാം ചെയ്യുന്നറിയാമോ? കിട്ടണ വടനെ വെച്ച് തല്ലിയിട്ടുണ്ട് ഈ പൗലോസ് അപ്പോസ്തലൻ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഈ മനുഷ്യനോട് പറയണത്, നീ എഫേസൂസിൽ പോകണ്ട, ജെറുസലേമിലേക്ക് പോകാൻ. അപ്പോൾ ജെറുസലേമിലേക്ക് പോകുമ്പോൾ അവർക്ക് അവിടെ പോയി പൊട്ടടിക്കാനല്ല, അവിടെ കാത്തിരിപ്പുണ്ടെന്ന്. പീഡനങ്ങളാണ് അവിടെ കാത്തിരിക്കണമെന്ന് കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എനിക്ക് അങ്ങോട്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്താണ് 20:11 വായിച്ചേ, ശ്രദ്ധിക്കട്ടെ. യഹൂദന്മാരുടെ ഗൂഢാലോചനയാൽ എനിക്കുണ്ടായ പരീക്ഷണങ്ങളോട് ചേർന്ന് ഞാൻ കർത്താവിനെ ശുശ്രൂഷ ചെയ്തു. പരീക്ഷണങ്ങളുള്ളപ്പോൾ ആ പരീക്ഷണങ്ങളോട് ചേർന്നാണ് കർത്താവിനെ ശുശ്രൂഷ ചെയ്യണത്. ചിലപ്പോൾ ഭർത്താവ് വന്ന് വെള്ളം ഒഴിച്ച് നിങ്ങളെ തന്തയ്ക്ക് വിളിച്ച് കാണും. പക്ഷെ കുഴപ്പമില്ല, അത് ദൈവത്തിന് അങ്ങോട്ട് കൊടുത്തിട്ട് നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. അത്രേ ഉള്ള കാര്യം. അല്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായത്, പെട്ടെന്ന് മദ്യപാനം നിന്ന് നമ്മൾ ഈ ഹെയർ ബ്രേക്ക് പോലെ ഒരു മനുഷ്യൻ്റെ മദ്യപാനം നിന്ന് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. എന്താ കാര്യത്തിലറിയാമോ? ആ ചേട്ടത്തി ഒന്നും ഏൺ ചെയ്തില്ലല്ലോ. ഭർത്താവിൻ്റെ മദ്യപാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നലത്തെ സാക്ഷ്യമാണ്. മദ്യപാനം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. 47 കൊല്ലം പരിചയമുള്ള നിലവിലുള്ള മദ്യപാനമാണ്. അതിങ്ങനെ എയർ ബ്രേക്ക് പോലെ അങ്ങ് നിന്നുപോയി. പക്ഷേ എന്താ പറ്റി? ഒന്ന് മദ്യപാനം നിന്ന് കള്ളുകൂടി മാറി കാശ് കിട്ടി ചേർത്തിക്ക് സാരി മേടിക്കാവുന്നല്ലാതെ വേറെ കഥ ഒന്നും ഇതിൻ്റെത്തില്ല. ആത്മാവിന് വേണ്ടുന്ന ഒരു കാര്യവും എടുക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല. ഇപ്പം ഞങ്ങളെപ്പോലെയുള്ളവർക്കുള്ള ഗുണം എന്താണ്? ഈ രോഗങ്ങൾ വെച്ചുകൊണ്ട് കർത്താവിനെ ശുശ്രൂഷ ചെയ്യുമ്പോഴും ആത്മാവിൽ ഒരുങ്ങാനും അനുതാപത്തോടെ ജീവിക്കാനും വിശുദ്ധിയിൽ ഒരുങ്ങാനും, അത് പെട്ടെന്ന് വന്ന് നമ്മളെങ്ങനെയും ജീവിച്ച് വണ്ടി ഇടിച്ച് മരിച്ചു പോയാൽ കർത്താവിൻ്റെ അടുത്ത് എത്തുക? നമ്മൾ എത്തത്തില്ല, ഒരിക്കലും എത്തത്തില്ല. അപ്പോൾ ഒരു രോഗം വരണമെന്നൊക്കെ പറഞ്ഞൊരു അനുഗ്രഹമാണ് ശരിക്കും. വന്നാൽ നമുക്കതനുസരിച്ച് ഒരുങ്ങാനുള്ളൊരു സമയം നമുക്ക് കിട്ടും. അപ്പോൾ ദൈവസ്നേഹമുള്ള മക്കൾ ദൈവത്തോട് നന്ദി പറയും. പരിപാലനയുടെ ഭാഗമായിട്ട് കിട്ടിയതാണല്ലോ എന്ന് ഓർത്തിട്ട് നീ ഒരുങ്ങുക എന്ന് പറഞ്ഞ് നമുക്ക് ദൈവത്തോട് നമ്മൾ നന്ദി പറയും. അച്ഛൻ എന്താ ഇങ്ങനെ സംസാരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു രോഗം ഉണ്ടെങ്കിൽ ആ രോഗം വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യേണ്ടത്. അതാണ് യഹൂദന്മാരെന്നെ പറിച്ചുകീറാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ അവരെന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പരീക്ഷണമാണ്. ആ പരീക്ഷണത്തോട് കൂടിയാണ് ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തതെന്ന് ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങന്റെ കാര്യത്തിൽ ഇടപെടുന്നവരെ, രോഗമായാലും കടമായാലും ജോലിയില്ലാത്ത അവസ്ഥയായാലും സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയായാലും എന്റെ പരീക്ഷണങ്ങൾ എന്ത് തന്നെയായാലും നടപടി 20:11 അനുസരിച്ചുകൊണ്ട് വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ പോലെ എന്റെ പരീക്ഷണങ്ങളിലൂടെ ദൈവസ്നേഹത്തോടെ ദൈവവിശ്വാസത്തോടെ അങ്ങയെ പരിചരിക്കുവാൻ ദൈവവേല ചെയ്യുവാൻ എനിക്ക് ശിഷ്യനെ അടുത്ത പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകണമേ. സമയങ്ങളിൽ ആത്മാവിൽ ജ്വലിച്ച് ദൈവ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
മഹത്വം. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജെറമിയ 23:5. ഇതാ ഞാൻ ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു. ഇതാണ്, ഇതൊരു പ്രവചനമാണ്, വാഗ്ദാനമാണ്. എന്താണ്? ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ. ഈശോയെക്കുറിച്ച് പറഞ്ഞതാണ്. രക്ഷകനെ കുറിച്ചുള്ള ഇമ്മാനുവൽ പ്രവചനങ്ങളുടെ ഒരു ഭാഗമാണിത്. ഇതൊരു പ്രവചനമാണ്. ഈ പ്രവചനം ഒരു വാഗ്ദാനമാണ്. വാഗ്ദാനം ഒരു കവനന്റിൻ്റെ ഭാഗമാണ്. ഞാൻ കവനന്റിൻ്റെ ബലത്തെക്കുറിച്ച് പറയാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഉടമ്പടിയുടെ ബലത്തെക്കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഉടമ്പടിയുടെ ബലമെന്ന് പറയണത് അതിൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അപ്പോൾ ദൈവം വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ ഏത് വേരിൽ നിന്നാണെങ്കിൽ പോലും ശാഖ മുളക്കും. ഐസയ 11:5. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഐസയ 11:5. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശയ്യ 11:5. നീതിയും 11:1. ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും. അവന്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. പ്രൈസ് ദി ലോർഡ്. ഈശോനെ കുറിച്ച് പറയണതാണ്. ഈശോനെക്കുറിച്ച് പറയുന്ന ഈ ഐസയ പ്രവചനം 11:1 എന്നോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. 23:5 ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ജെറമിയായുടെ. അതായത് ദൈവം ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ നീ ഒരു വേര് മാത്രമാണെങ്കിലും തായ്തടിയൊന്നുമില്ല, ശാഖയുമില്ല, സഹായിക്കാനും ആരുമില്ല, നോക്കാനും തിരക്കാനും ഒന്നുമില്ല. വിശ്വാസത്തിൻ്റെ ഒരു വേര് മാത്രം നിൻ്റെ ഉള്ളിലുണ്ട്. ആ വിശ്വാസമാണ് വാഗ്ദാനങ്ങളെ വിശ്വസിക്കണത്. ആ വിശ്വാസത്തിൻ്റെ വേര് തന്നെയാണ് ഉടമ്പടി പ്രകാരം നിന്റെ ജീവിതത്തെ പുനരുദ്ധരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സംവിധാനം കൈയടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ.